ചുരം കയറി വയനാടൻ മനസ്സ് കീഴടക്കുന്നവർക്ക് ഭൂരിപക്ഷം എത്ര? വയനാട്ടിലെ ആകാംക്ഷ ഭൂരിപക്ഷത്തെ ചൊല്ലിയാണ്. വോട്ടെണ്ണലിന് മുമ്പ് വയനാട്ടിൽ മുന്നണികളുടെ പ്രതീക്ഷ എന്ത് എന്ന റിപ്പോർട്ടിലേക്കാണ് ആദ്യം. 2009 മണ്ഡലം രൂപീകൃതമായ ശേഷം എന്നും UDF-നൊപ്പമായിരുന്നു വയനാട്. 2019 രാഹുൽ ഗാന്ധി നേടിയത് സംസ്ഥാനത്തെ ചരിത്ര ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ ചെറിയ ഇടിവുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതോടെ 5 ലക്ഷവും 6 ലക്ഷവും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു UDF-ന്റെ പ്രചാരണം. പോളിംഗ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% ഇടിഞ്ഞതോടെ അവകാശവാദം 4 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. 5 ലക്ഷത്തോളം വോട്ടുകളാണ് ഇത്തവണ പോൾ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവുണ്ടായി. ഇതിൽ UDF വോട്ടുകളും ഉണ്ടോ എന്നാണ് മുന്നണിയുടെ ആശങ്ക. പോളിംഗ് കുറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ ആശങ്കയില്ല. കാരണം പോളിംഗ് കുറഞ്ഞതിലെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് UDF-ന്റെ വോട്ടുകളുള്ളത്. 2024 മെയ് മാസത്തിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി ഭൂരിപക്ഷം ഉണ്ടാവും. ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസം. 2014 UDF കോട്ടകളെ വിറപ്പിച്ച സത്യൻ മൊകേരിയിലൂടെ വോട്ട് നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. വയനാടിൻ്റെ വികസനത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ LDF-ന്റെ സമീപനങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നല്ല ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിൻ വോട്ടിംഗ് പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെ സുരേന്ദ്രൻ നേടിയ 1,41,000-ലധികം വോട്ടുകൾ ഇത്തവണ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം NDA-ക്കുണ്ട്. ബത്തേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് ഉണ്ടായതെന്ന് NDA വിലയിരുത്തുന്നു. പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന് BJP നേതൃത്വവും അവകാശപ്പെടുന്നുണ്ട്. 24 വയനാട്.